കൂട്ടുകാരെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഒരു തരം ബിസ്ക്കറ്റ്. അത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ആ ബിസ്ക്കറ്റിൻ്റെ പേര് മൈദ ബിസ്ക്കറ്റ് എന്നാ പറയുക. ഞാൻ അതിന് വേണ്ടി ഇവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിൽ നമുക്കിനി 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൽ 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കത്തിച്ച് പഞ്ചസാരയൊക്കെ ഉരുക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരട്ടെ. ഞാനിവിടെ പറയുന്നത് 2 കപ്പ് മൈദയുടെ അളവിനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അതിൽ കൂട്ടിയെടുക്കുകയാണെങ്കിൽ മറ്റുള്ള സാധനവും കൂട്ടിയെടുക്കുക. കുറച്ചാണ് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി. പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഉരുകിയ മാത്രം മതി, അത് കട്ടിയാവൊന്നും വേണ്ടേ. നമുക്കിനി എടുക്കാം. നമുക്കിനി ഉരുക്കിയെടുത്ത പഞ്ചസാര ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഇരുന്നിട്ട് ഇതൊന്ന് ചൂടാറട്ടെ. അങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു 1/4 ടീസ്പൂണ് ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ പൊടിയാണ് കേട്ടോ മക്കളെ. ഇനി നമുക്കിതിൽ 1/4 ടീസ്പൂണിൻ്റെയും കുറച്ചിട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 2 കപ്പ് മൈദാപ്പൊടി കുറേച്ചായി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മൈദപ്പൊടി നനഞ്ഞ് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായിട്ടൊക്കെ വരും. ഇത് കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടുതലെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് പൊടി ഇട്ട് കൊടുത്ത് കുഴച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ മാവ് നന്നായിട്ട് ഞാനൊരു 5 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഇതിലിച്ചിരി എണ്ണ പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കാം. ഇതാ ഇതേപോലെ സോഫ്റ്റായിട്ട് വേണം കുഴയ്ക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇത് ഇനി ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. ഇത് കണ്ടില്ലേ, നമ്മുടെ മാവ് അരമണിക്കൂറോളം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഇവിടെ ഇരുന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കത് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ടേബിളിൽ കുറച്ച് മൈദപ്പൊടി ഇടാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇടുന്നത് കേട്ടോ. കുഴച്ച മാവെടുത്ത് നമ്മളിട്ട മൈദയുടെ മേലെ വെക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടിയും കൂടി വിതറി കൊടുക്കാം. ഇത് ഇനി കട്ടിയിൽ പരത്തിയെടുക്കാം. ഏകദേശം ഒരു 1/2 ഇഞ്ച് കട്ടിയെങ്കിലും വേണം. ഞാനിതൊരു 1/2 ഇഞ്ച് കട്ടിയിൽ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ മുറിച്ചെടുക്കാം. അതേപോലെ മുറിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ വേറെ ആക്കി എടുക്കാം. വേറെ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ നല്ല ചൂടാവൊന്നും വേണ്ട, മീഡിയം തീ വെച്ച് മീഡിയം ലെവലിൽ എണ്ണ ചൂടായാൽ മതി. ഇനി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം.
ഇതിന് എണ്ണയിലൊന്നൊന്ന് പൊന്തി വരട്ടെട്ടോ. എന്നിട്ട് വേണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇതാ കണ്ടില്ലേ, ഓരോന്നായിട്ട് പൊന്തി പൊന്തി വരുന്നുണ്ട്. നല്ല തീ കത്തിച്ച് കൊടുത്താൽ മേലെ കളർ മാറും, എന്നാൽ അടിയിൽ വേഗത്തുമില്ല. അതുകൊണ്ടാണ് മീഡിയം തീ വെച്ച് കൊടുക്കാൻ പറഞ്ഞത്. ഇങ്ങനെ ഒപ്പം ഇളക്കി ഇളക്കി കൊടുക്കുക, അപ്പോൾ എല്ലാം ഒപ്പം വെന്തോളും. ഇത് കണ്ടില്ലേ മക്കളെ, വീർത്ത് കളറ് മാറി വരുന്നുണ്ട്. നമുക്കിത് എടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു കളറായ നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ആയിട്ടുണ്ട്. നമുക്ക് എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ബിസ്ക്കറ്റും പൊരിച്ചെടുത്തിട്ടുണ്ട്. മക്കളെ, ഇത് നല്ല സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പുറത്ത് കറുമുറാന്നും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിരിക്കും. ഇത് ഒരിക്കലെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.